നമസ്കാരം. മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം. 2026 ജാനുവരി 27 ചൊവ്വാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി ഇവി. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾക്കും പുതിയ ബിസിനസ് കരാറുകളിൽ ഒപ്പുവെക്കാനും സാധിക്കുന്ന ദിവസമാണെന്ന്. ആഭരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ സ്വന്തമാക്കാൻ യോഗമുണ്ട്. ബിസിനസ് രംഗത്ത് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വലിയ വിജയം കൈവരിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കുടുംബാംഗങ്ങളുമായി, പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായും സഹോദരങ്ങളുമായും നിസ്സാര കാര്യങ്ങൾക്ക് കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ശത്രുക്കളിൽ നിന്നും ഉള്ള അപ്രതീക്ഷിത ഉപദ്രവങ്ങൾക്കോ പ്രകോപനങ്ങൾക്കോ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ബന്ധുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ഗുണപരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ദാമ്പത്യത്തിലും സന്താനങ്ങളുടെ കാര്യത്തിലും ഐക്യവും സമാധാനവും ഉണ്ടാകും. സാമ്പത്തിക നേട്ടത്തിനും കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാനും ഇന്ന് യോഗമുണ്ട്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ദമ്പതികൾക്കിടയിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കുന്ന ദിവസമായിരിക്കും. വിലപിടിപ്പുള്ള അമൂല്യ വസ്തുക്കൾ കൈവശം വന്നു ചേരാൻ സാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പള വർധനവോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കാൻ സാഹചര്യമുണ്ട്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ശത്രുക്കളിൽ നിന്നുള്ള ശല്യം വർദ്ധിക്കാനും നിയമപരമായ തർക്കങ്ങളിൽ തിരിച്ചടികൾ നേരിടാനും സാധ്യതയുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യം കാണിക്കുമെങ്കിലും തിരിച്ചു മോശമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കണം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. അപ്രതീക്ഷിതമായ ചില സംഭവ വികാസങ്ങൾ ഇന്ന് ജീവിതത്തിൽ ഉണ്ടായേക്കാം. ചെയ്യുന്ന കാര്യങ്ങളിൽ പരാജയം നേരിടാൻ സാധ്യതയുള്ളതിനാൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ വിവേകത്തോടെ പ്രവർത്തിക്കുക. വെല്ലുവിളികൾ നിറഞ്ഞ സമയമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. പ്രിയപ്പെട്ടവരുമായി പുണ്യതീർത്ഥ സ്ഥലങ്ങളിലോ ഉല്ലാസയാത്രകൾക്കോ പോകാൻ അവസരം ലഭിക്കും. ഭക്ഷണസുഖം, വാഹനഭാഗ്യം, സമൂഹത്തിൽ കീർത്തി എന്നിവ കൈവരും. നല്ല ഉറക്കവും മനസമാധാനവും ലഭിക്കുന്ന ദിനമായിരിക്കും ഇന്ന്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. തൊഴിൽ രംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി മെച്ചപ്പെട്ട ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്രതീക്ഷിതമായി ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും. സാമ്പത്തികമായ വലിയ നേട്ടങ്ങളും ഇന്ന് പ്രതീക്ഷിക്കാം. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. വാഹനം ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. അശ്രദ്ധ അപകടങ്ങൾക്ക് കാരണമായേക്കാം. കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും കലഹങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകിച്ച് ഉദര സംബന്ധമായ പ്രശ്നങ്ങളിൽ ശ്രദ്ധ വേണം. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങിയ രക്തസംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ വിദഗ്ധ ചികിത്സ തേടുന്നത് ഉചിതമായിരിക്കും. നിയമപരമായ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ജാഗ്രത പാലിക്കണം. സ്ത്രീകൾ മൂലം കേസുകളിൽ പെടാൻ സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധിക്കുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കോടതി സംബന്ധമായ കേസുകളിൽ അനുകൂലമായ വിധി സമ്പാദിക്കാൻ സാധിക്കും. അപ്രതീക്ഷിതമായ ധനലാഭത്തിനും ആഭരണങ്ങൾ സ്വന്തമാക്കാനും യോഗമുണ്ട്. കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ശുഭദിനമാണിത്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കുടുംബത്തിൽ സമാധാനം കുറയാനും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. മനഃശക്തി കുറയാതെ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുടെയും സന്താനങ്ങളുടെയും കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇവി. 9746812212.